ലതാ സിജു വേൾഡിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ദുലാരെ പൽ എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോകളിൽ പ്രതിപാദിച്ചിരുന്നത്. ഈ വീഡിയോയിലും അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് ലിസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ വാക്കുകളുടെ അർത്ഥവുമായിരുന്നു നമ്മൾ കണ്ടെത്തിയിരുന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് ആ വാക്കുകളെ എങ്ങനെ വാചകങ്ങളാക്കാം എന്നതിലേക്ക് കടക്കാം. ആദ്യമായി ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് എന്തു പറയാം? യഹ് ഏക് സുന്ദർ ചിത്ര ഹെ എന്ന് വേണമെങ്കിൽ. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ പോകുമ്പം നമ്മൾ ആദ്യമായിട്ട് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് പറയില്ലേ, അതേ അർത്ഥം തന്നെയാണ് യഹ് ഏക് സുന്ദർ ചിത്ര ഹെ. യഹ് ഏക് എന്നുള്ളതിൻ്റെ പുതിയ വാക്കുകളാണ് നിങ്ങൾക്ക്. യഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ദിസ് എന്ന് പറയില്ലേ, അതേ അർത്ഥം തന്നെയാണ് യഹ്ന്. ഇനി ഏക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്നാണ് അർത്ഥം. ആ ഒരു എന്നാലെന്നും ഒന്ന് എന്നും പറയുന്നതിന് ഏക് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമായിട്ട് പറയുന്നതായിരിക്കും. അപ്പം ആദ്യം നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് യഹ് ഏക് സുന്ദർ. സുന്ദർ എന്ന വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് സുന്ദരം, മനോഹരം. സുന്ദർ ചിത്ര മീൻസ് പിക്ചർ. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന അതേ അർത്ഥമാണ്. ചിത്ര എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ചിത്രം. ഈ ചിത്രം ഇതൊരു സുന്ദരമായ ചിത്രമാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു വാക്ക് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ചിത്രമേ, അതായത് ഇൻ ദിസ് പിക്ചർ എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ചിത്രമേം. അമ്മായി എഴുതി വെളിയിൽ എകാരത്തിൻ്റെ ചിഹ്നം ഇട്ട് ഒരു കുത്തും കൂടെ കൊടുക്കുമ്പോഴാണ് മേം വരുന്നത്. ആ മേമിനും ഒരർത്ഥമുണ്ട്, അതും പറഞ്ഞില്ല, അനുബന്ധ പ്രവർത്തനമായിട്ട് ഇത് പറയുന്നതായിരിക്കും. ചിത്രമേം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചിത്രത്തിൽ എന്ന മീനിങ് ആണ്. ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ ലിസ്റ്റ് ചെയ്തായിരുന്നു. ആദ്യമേ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതുകൂടി ചേർത്തെഴുതുക. ചിത്രമേം എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയത്? ആസ്മാൻ, ബാദൽ, ചിടിയ, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയില്ലേ. അതെല്ലാം എഴുതിയതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് ചേർക്കാവുന്നൊരു വാക്കുണ്ട് ആദി. ആദി എന്ന് പറഞ്ഞാൽ എക്സെട്ര മുതലായവ എന്നർത്ഥം വരുന്ന ആദി. അത് നമ്മൾ അതിനെക്കുറിച്ചും പറയും. ആദി ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ മുതലായവ എക്സെട്ര എന്നുള്ള ആൻസർ വന്നു കഴിയുമ്പോൾ ഈ വാചകം നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റും? ചിത്രമേ ആസ്മാൻ, ബാദൽ, ചിടിയ, തിത്തലി, ഫൂൽ, പഹാഡ്, പേട്, ആദി, ഹൈം. അവിടെ ഹൈം എന്നും വന്നിട്ടുണ്ട്. നമ്മൾ ഹേ എന്ന് പറയുന്നതും ഹൈം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഹൈം എന്തുകൊണ്ട് ഹൈം എന്ന് ഇവിടെ പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ 2 വാചകങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമ്പം ഇതൊരു സുന്ദരമായ ഭംഗിയുള്ള ചിത്രമാണ്, ചിത്രത്തിൽ ഇന്നതൊക്കെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ, എന്തൊക്കെ, ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഒരു വാചകം നമുക്ക് ഉണ്ടാക്കാം അല്ലേ. എന്നൊക്കെ പക്ഷികൾ അവിടെ പറക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷിക്ക് നമ്മൾ പഠിച്ചു എന്താ? ചിടിയ. എന്നാൽ അവിടെ പക്ഷികൾ ആണ്. ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് അവിടെ പക്ഷികൾ എന്ന് നമ്മൾ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചിടിയ എന്നുള്ള ആ പദത്തെ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നമുക്ക് ചിടിയാം എന്നാണ് പറയുന്നത്. ചിടിയാം, അത് നമ്മൾ ലേഖന പ്രവർത്തനത്തിൽ നമ്മളത് കാണിക്കും. ചിടിയാം. അപ്പോൾ ചിടിയാം പക്ഷികൾ പറക്കുന്നു എങ്ങനെ എഴുതാം? ചിടിയാം ഉട്ടേ ഹൈം. ചിടിയാം ഉട്ടേ ഹൈം. ഉടിന എന്ന് വെച്ചാൽ അത് നമ്മളിവിടെ പഠിച്ചിട്ടില്ല, അത് പഠിക്കാം. പക്ഷികൾ പറക്കുന്നു, ഉട്ടേ. അവിടെയും നമ്മൾ ഹൈം എന്നാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയുന്നതാണ്. അപ്പം പാഠപുസ്തകത്തിലെ ചില പ്രവർത്തനങ്ങളാണിത്. ഇത് നിങ്ങൾ ചെയ്യുമല്ലോ. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.